പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം 9-10 വാക്യങ്ങൾ. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഒരു ദർശനത്തിലൂടെ പൗലോസിനോട് സംസാരിച്ച ദൈവവചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ളത്. ആ കാലഘട്ടത്തിൽ പൗലോസിനോട് സംസാരിച്ച അതേ ദൈവം, പൗലോസിന് കൊടുത്ത അതേ ദർശനം ഈ കാലഘട്ടത്തിലെ ദൈവസഭയ്ക്കും ദൈവം തന്നിട്ടുണ്ട്. ഓരോ ദൈവഭക്തന്മാർക്കും ദൈവം തന്നിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പന പ്രമാണിച്ച് വിശ്വാസ ജീവിതത്തിൽ അടിയുറച്ചു നിൽക്കുന്ന എല്ലാ ദൈവഭക്തന്മാർക്കും എന്ന് പറഞ്ഞാൽ അത് സഹോദരന്മാർക്കും തലമുറകൾക്കുമെല്ലാം ദൈവം നൽകുന്ന ശക്തമായ ഒരു ദൂതാണ് നീ ഭയപ്പെടാതെ പ്രസംഗിക്കണമെന്നുള്ളത്. പ്രൈസലോ, മിണ്ടാതിരിക്കരുത്. കാരണം അത്രമാത്രം ലോകം ദുരന്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ദൈവത്തെ ഭയമില്ലാതെ, ദൈവത്തെ യാതൊരു ശങ്കയുമില്ലാതെ തന്നിഷ്ടം പ്രവർത്തിച്ച് ദൈവത്തിൽ നിന്നകന്ന പാപം പെരുകിയിരിക്കുന്നു. സാത്താന്യ ശക്തികൾ എല്ലാ മേഖലയും കീഴടക്കിക്കൊണ്ടിരിക്കുക. സൃഷ്ടാവായി ദൈവത്തെ മറന്നിട്ട് സാത്താനെ ആരാധിക്കുന്ന കൂട്ടങ്ങൾ പെരുകിയ. മനുഷ്യൻ പാപത്തിലേക്ക് വീണുകൊണ്ടിരിക്കുക, അക്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ദൈവനിഷേധികളുടെ എണ്ണം വർദ്ധിക്കുക. നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാരടക്കം അനവധി ആളുകൾ ദൈവനാമത്തെ ദുഷിച്ചുകൊണ്ട് എഴുന്നേറ്റ് ദൈവജനത്തിനും ദൈവസഭയ്ക്കും ക്രൈസ്തവ സമൂഹത്തിനും വിരോധമായി അക്രമം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലോസിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയായിരുന്നു. അത് തന്നെ ഇന്നും തുടരുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വീണ്ടെടുക്കപ്പെട്ട ദൈവഭക്തന്മാരുടെ ക്രൈസ്തവ സമൂഹത്തോട് ദൈവാത്മാവ് പറയുന്ന ദൂതാണ്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ആ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്തിലുള്ള പട്ടണത്തിലേക്ക് വന്നപ്പോൾ അനേക തടസ്സങ്ങളും എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും നേരിടേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് ആ കൊരിന്ത്യ പട്ടണം എന്ന് പറഞ്ഞ ജാതികളാൽ നിറയപ്പെട്ട്, വിഗ്രഹാരാധികൾ കൊണ്ട് നിറയപ്പെട്ട്, അവിഹിത ജീവിതങ്ങളും അവിശുദ്ധ ബന്ധങ്ങളും, അത്രമാത്രം അല്ലറിയ നികൃഷ്ടമായ ജീവിതത്തിന്റെ ഉടമകളായിരുന്ന കൊരിന്ത് സഭ, കൊരിന്ത് ജനം, അതിന്റെ നടുവിലോട്ടാണ് യഹോവയായ ദൈവം, ഹല്ലേലൂയ, പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു, പ്രൈസ് ദി ലോർഡ്, പൗലോസിനെ അയക്കുന്നേ. പൗലോസ് കൊരിന്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തായി? തടസ്സങ്ങളും എതിർപ്പുകളും ബുദ്ധിമുട്ടും ഉപദ്രവങ്ങളും പൗലോസ് നേരിടേണ്ടി വന്നു. ഹല്ലേലൂയ. പൗലോസ് ശുശ്രൂഷയിൽ തളർന്നു പോകുമോ എന്ന് കരുതിയ സമയത്ത് കർത്താവ് പറഞ്ഞ ഭാഗമാണ് നമ്മൾ വായിച്ചത്. നീ ഭയപ്പെടേണ്ട, പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. അപ്പം കൊരിന്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അനവധി പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു, വെല്ലുവിളികൾ. ജീവൻ പോലും അപകടത്തിലാകുന്ന നിലയിലൂടെ പൗലോസ് കൊരിന്തിൽ ക്ലേശങ്ങൾ സഹിച്ചു. പക്ഷെ അവിടെ ദൈവ സാന്നിധ്യം അനുഭവിച്ചു. ഹല്ലേലൂയ. അതാണ് കർത്താവ് പറയുന്നത്, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തോട് ഞാൻ പറയട്ടെ, നീ ഭയപ്പെടാതെ പ്രസംഗിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മുടെ കേരളം വലിയ ദുരന്തം നേരിട്ടു. ഹല്ലേലൂയ. അതിന് കണ്ണുനീരില്ല. നമ്മളിപ്പം വാർത്തയിൽ കണ്ടില്ലേ, ഹിമാചലിലെ മേഘസ്ഫോടനത്തിൽ ഡാം പൊട്ടി, അധികാരികൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ വെള്ളം അതിശക്തിയോടെ പുറപ്പെട്ട് ജനത്തെ മാറ്റി പാർപ്പിക്കുന്ന അനുഭവങ്ങൾ.
അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് ലോകരാജ്യങ്ങളിൽ നടക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ടും മനുഷ്യൻ ഇന്നും ദൈവഭയമില്ലാതെ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന സുവിശേഷം ദേശത്തിന്റെ നടുവിൽ വിളിച്ചു പറയുമ്പോൾ, സുവിശേഷം ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ, ജീവന്റെ സന്ദേശം വിളിച്ചു പറയുമ്പോൾ, അവരെ നിങ്ങൾ കയ്യേറ്റം ചെയ്യുവാനും അവർക്കെതിരെ നിങ്ങൾ തടസ്സങ്ങളും എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളുമായി ചെല്ലാതെ വിശുദ്ധ സത്യവേദ പുസ്തകത്തിൽ പറയുന്ന ദൈവിക സത്യങ്ങളാണ് ക്രൈസ്തവ സമൂഹം വിളിച്ചു പറയുന്നത്. ദൈവസഭ, ദൈവദാസന്മാർ, ദൈവദാസികൾ പട്ടണത്തിന്റെ മൂലയിലും മുക്കിലും ഗ്രാമങ്ങളിലും സഞ്ചരിച്ചു വിളിച്ചു പറയുന്നുള്ള ആ സത്യം നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസലോ. സത്യം വിളിച്ചു പറയുമ്പോൾ ചിലർക്കൊക്കെ എതിർപ്പുകളാണ്. സത്യം പറയുന്നിടത്തെല്ലാം പ്രശ്നങ്ങളാണ്. വ്യാജം പറയുന്നിടത്തും വ്യാജം പ്രവർത്തിക്കുന്നിടത്തും വ്യാജം അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്നിടത്തും ഒരു പ്രശ്നവുമില്ല. എന്നാൽ സത്യത്തെ വിളിച്ചു പറയുമ്പോൾ പലരും അല്ലെങ്കിൽ എതിർക്കാൻ തുടങ്ങും. യേശുക്രിസ്തു സത്യമാണ്, അല്ലെങ്കിൽ അതിനെ നിഷേധിക്കാൻ ആർക്കും കഴിയത്തില്ല. ഈ കാണുന്ന ലോകത്തെ AD എന്നും BC എന്നും ചരിത്രം രണ്ടായിട്ട് തിരിച്ച് നാം പഠിക്കുന്നുണ്ടെങ്കിൽ പിന്നെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ, യേശുക്രിസ്തുവിനെ നിഷേധിക്കേണ്ട കാര്യമില്ല. യേശു പറഞ്ഞ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിലെത്തുകയില്ലെന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14:6 വായിക്കുന്നുണ്ട്. അതിനെ ഒന്നും മാറ്റി എഴുതുവാൻ ഈ ഉലകത്തിൽ ഒരുവൻ ജനിച്ചിട്ടില്ല, ഒരിക്കലും അതിനെ കൊണ്ട് പറ്റത്തുമില്ല. ഹല്ലേലൂയ. അപ്പം തിരുവെഴുത്തിനെ മാറ്റി എഴുതുവാൻ ഈ ഉലകത്തിൽ ആർക്കും കഴിയത്തില്ല. അങ്ങനെ മാറ്റി എഴുതിയവരൊക്കെ തകർന്നു പോയിട്ടുണ്ട്, തരിപ്പണമായിട്ടുണ്ട്, അവരതിലൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം ദൈവസഭയെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദൈവവചനം പ്രസംഗിക്കുന്നവരെ ഉപദ്രവിക്കുന്ന ദേശങ്ങൾ, ആ സമൂഹങ്ങൾ, അവർ ദൈവത്തിന്റെ ന്യായവിധിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നതിൽ നിങ്ങൾക്ക് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. ദൈവവചനം നിങ്ങളുടെ കാതുകളിൽ എത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ഗ്രാമപ്രദേശത്ത് താമസിച്ചാലും, ഏത് പട്ടണത്തിൽ നിങ്ങൾ എവിടെ താമസിച്ചാലും നിങ്ങളുടെ കാതുകളിൽ കേൾക്കത്തക്ക നിലയിൽ ദൈവവചനം പ്രസംഗിക്കുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഈ വചനം കേട്ടില്ല എന്ന്, ഞാൻ അറിഞ്ഞില്ല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരിക്കൽ പോലും സുവിശേഷം കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ എല്ലാവരും കേൾക്കത്തക്ക നിലയിൽ ദൈവം തന്റെ ദാസിദാസന്മാരെ ഹല്ലേലൂയ ഗ്രാമാന്തരങ്ങളിലൂടെ അയച്ചുകൊണ്ടിരിക്കുക. അവർ വിളിച്ചു പറഞ്ഞത് സത്യമാണ്. വിളിച്ചു പറഞ്ഞത് വേദപുസ്തക സത്യം, യേശുക്രിസ്തു എന്ന സത്യത്തെക്കുറിച്ചാണ് വിളിച്ചു പറയുന്നത്. അത് കേൾക്കുമ്പോഴാണ് ചിലർക്കൊക്കെ ഭയങ്കര എതിർപ്പുകൾ ഉണ്ടാകുന്നത്. എന്നാൽ മദ്യപിച്ച് സുബോധം നഷ്ടപ്പെട്ട്, ലഹരിക്കടിമയായി സുബോധം നഷ്ടപ്പെട്ട് ഒരുവൻ നഗ്നനായി ദേശത്തോട് നിന്ന് അക്രമം അല്ലെങ്കിൽ അസഭ്യം വിളിച്ചു പറഞ്ഞാൽ ജനത്തിന് ഒരു പ്രശ്നമില്ല, അവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. സത്യം വിളിച്ചു പറയുന്നതിന് എല്ലാ കാലത്തും പീഡകളുണ്ട്. ഹല്ലേലൂയ. അപ്പം പൗലോസിന് ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തുക. അതേ എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നിങ്ങളെ ആരും ഭയപ്പെടുത്തത്തില്ല. കാരണം ഭയത്തെക്കുറിച്ച് വേദപുസ്തകം വളരെ സന്ദേശമാണ്, വളരെ ദൂതുകളാണ് നൽകുന്നത്. വേദപുസ്തകത്തിൽ ഭയത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോഴാണ്, ചിന്തിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവിന് നമ്മോടുള്ള കരുതൽ, കർത്താവായ യേശുക്രിസ്തു നമ്മോടുള്ള കരുതൽ നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന, ദൈവത്തിനെ പ്രസംഗിക്കുന്ന സകല ഭക്തന്മാരോടും പറയട്ടെ, നിങ്ങൾ ഭയപ്പെടാതെ പ്രസംഗിക്കണം, മിണ്ടാതിരിക്കരുത്, കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. രക്തം ചെയ്യാം. ഈ വചനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം 6 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരണം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. 5 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ശീലാസും തിമോത്തിയോസും മാസിഡോണിയിൽ നിന്ന് വന്നപ്പോൾ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യാൻ അവൻ വസ്ത്രം കുടഞ്ഞു. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും, എന്ന് അവരോട് പറഞ്ഞു. അപ്പം പൗലോസ് ശക്തമായ രീതിയിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പറഞ്ഞപ്പോൾ പൗലോസിനെതിരെ വലിയ എതിരുകൾ വന്നു. ആ സമയത്ത് പൗലോസ് പറയാ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകുമെന്ന് പറഞ്ഞു.
അവൻ അവിടം വിട്ട് തീത്തോസ് യുത്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്ന് അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. പള്ളിപ്രമാണിയായിരുന്ന ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. പൗലോസ് ചെല്ലുന്നിടത്തെല്ലാം സഭ സ്ഥാപിക്കുന്നു, ദൈവമക്കൾ രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പം കൊരിന്ത്യരിൽ ഹല്ലേലൂയ അനേകം വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. ഹല്ലേലൂയ. ആ കാലഘട്ടത്തില് അനവധി ആളുകൾ കൊരിന്ത്യ പട്ടണത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുകയും ഹൃദയം ദൈവത്തിന് വേണ്ടി കൊടുക്കുകയും അവർ ദൈവകൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് ഹല്ലേലൂയ ദൈവസഭയോട് അല്ലേ ചേർന്നു, ക്രിസ്തുവിനോട് ചേർന്നു. സ്നാനം സ്വീകരിക്കുന്നത് സഭയോട് ചേരുവാൻ, അല്ല ക്രിസ്തുവിനോട് ചേരുവാനാ കേട്ടോ. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് കൂടി ആരാധിക്കാനുള്ളതാണ് സഭ. ഹല്ലേലൂയ. അങ്ങനെ കൊരിന്ത്യയിൽ വലിയൊരു കൂട്ടം ജനം മാനസാന്തരപ്പെട്ടപ്പോഴാണ് പൗലോസിനെതിരെ തടസ്സങ്ങളും ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളും കയ്യേറ്റങ്ങളും ഉപദ്രവങ്ങളും കടന്നു വരുന്നത്. ആ സമയം ദൈവം പൗലോസിനെ ബലപ്പെടുത്തുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, മാസിഡോണിയയിലെ ബെരോവായിൽ പാർത്തിരുന്ന ശീലാസും തിമോഥിയോസും അപ്പോസ്തലപ്രവൃത്തി 17:14 വായിച്ച് നമുക്ക് കാണാൻ കഴിയും. പൗലോസിന്റെ അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവൻ കൂടുതൽ സമയം വചന ശുശ്രൂഷയ്ക്കായി ചെലവഴിച്ചു. പൗലോസ് കൂടുതൽ സമയം വചന ശുശ്രൂഷയ്ക്കായി ചെലവഴിച്ചു എന്നാ. ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ പരദൂഷണം പറഞ്ഞിരിക്കുകയല്ല, മറ്റൊരുവന്റെ കുറ്റം കണ്ടുപിടിച്ച് ഭവനങ്ങൾ തോറും കയറിയിറങ്ങി ആമേൻ രേഷണി പറയുകയല്ല, വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയത്തെ ചെലവഴിച്ചു. ഹല്ലേലൂയ. എന്നാൽ യഹൂദന്മാർ എതിർപ്പ് പ്രകടിപ്പിച്ചതിനാൽ പൗലോസ് അസ്വസ്ഥനായി തീരുകയും പുറം ജാതികളുടെ അടുക്കൽ പോയി സുവിശേഷം അറിയിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. മിസിത്യ ദേശത്തിലെ അന്ത്യോക്യയിൽ വെച്ച് പൗലോസ് ഇതുപോലെ ജാതികളിലേക്ക് തിരിയുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാരണങ്ങളാണ് പൗലോസ് ജാതികളുടെ അപ്പോസ്തലൻ എന്ന പേർ ലഭിക്കാനിടയായത്. എങ്കിലും തന്റെ സ്വന്തം ജനമായ യഹൂദന്മാരോട് പൗലോസ് അത്യഗാധമായ സ്നേഹമുണ്ടായിരുന്നു എന്ന സ്തോത്രം വേദപുസ്തകം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ പൗലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ദൈവം ദർശനം കൊടുത്ത ആത്മനിയോഗത്തോടെ സുവിശേഷം പ്രസംഗിക്കാൻ അവസരം കൊടുത്തു, നിയോഗം കൊടുത്തതുപോലെ സകല ജനത്തിനും സുവിശേഷം പ്രസംഗിക്കുന്ന നിയോഗം നമ്മുടെ കർത്താവാ തരുന്നേ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നാം ദൈവത്തിന്റെ വചനമായി ഗ്രാമങ്ങളിൽ കൂടി സഞ്ചരിച്ച്, ദേശത്തൂടെ സഞ്ചരിച്ച്, പട്ടണത്തിലൂടെ സഞ്ചരിച്ച് ചെന്ന് പ്രസംഗിക്കുമ്പോൾ ചിലർ പറയും അവർക്ക് മറ്റു ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടും പണിയെടുക്കാൻ പറ്റാത്തത് കൊണ്ടും കള്ളന്മാരായതുകൊണ്ടും മടിയന്മാരായതുകൊണ്ടും ഈ പുസ്തകം ചുമന്നുകൊണ്ട് നടക്കുക, അവർ മടിയന്മാരാണ്. എന്നെ കേൾക്കുന്ന പ്രശ്നം, ഞങ്ങൾ മടിയന്മാരും കള്ളന്മാരും ഒന്നും ആയിട്ടല്ല ഞങ്ങൾ ഈ പുസ്തകം കൊണ്ട് നടക്കുന്നത്. കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ദർശന നിയോഗമാണ്. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിയോഗമാണ്, ദർശനമാണ് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ സുവിശേഷമായി നടക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപ്പന നിങ്ങൾക്കറിയാം. നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ലപ്പോഴെങ്കിലും വേദപുസ്തകം വായിക്കണം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്, യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് എന്ന് പറയാൻ കഥാപുരമാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിച്ചുകൊണ്ട് പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ദൈവത്തിന് ആവശ്യമാണ്. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. അപ്പം കർത്താവ് തന്ന ആത്മനിയോഗമാണ്. സ്തോത്രം. നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, അതിന്റെ 16-ാം അധ്യായത്തിലേക്ക് പോകുന്നു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പി, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിലകപ്പെടും. അത് ദൈവഭക്തന്മാർ വിളിച്ചു പറയുന്ന സുവിശേഷം എന്ന് പറയുന്നത് ദൈവ നിയോഗമാണ്, ദൈവം ഏൽപ്പിച്ച ജോലിയാണ്, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയാണ്. എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങളെല്ലാം ഓരോ ജോലി ചെയ്താണ് നിങ്ങൾ മുമ്പോട്ട് ജീവിതം നയിക്കുന്നത്. നിങ്ങൾക്കെല്ലാം ഓരോ ജോലിയുണ്ട് എന്ന് പറഞ്ഞ ലോകത്തിൽ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി വിവിധ തരത്തിലുള്ള ജോലികളെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച ദൈവത്തിന്റെ ദാസിദാസന്മാർ, ദൈവമക്കൾ, അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ജോലിയാണ് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്.
അല്ലേരിയ. അവരത് വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ട് അവർ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നു. എന്തിനാണ് ദൈവവചനം പ്രസംഗിക്കുന്നത്? നിങ്ങൾ കേൾക്കാൻ വേണ്ടിയാ. നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് പാപബോധം ഉണ്ടാകാൻ. മനുഷ്യ ആമിലി മനുഷ്യനായി പിറന്ന സകല ജനങ്ങളും സകലരും പാപികളാണ്. ഈ ലോകത്തുള്ള സകല മനുഷ്യരും പാപികളാണ്. ഒരൊറ്റ വിശുദ്ധനെ പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. അല്ലെ, നിങ്ങൾ ഒരാളെ ചൂണ്ടിക്കാണിച്ചു തരാമോ? ആ മനുഷ്യൻ വിശുദ്ധനാണെന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഈ ലോകത്തിലുള്ള സകല ജനങ്ങളും പാപികളാണ്. അല്ലേ, ഒരു വിശുദ്ധൻ പോലുമില്ല. പാപിയായ മനുഷ്യന് മാനസാന്തരപ്പെടാനുള്ള അവസരമാണ് സുവിശേഷം. അതാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്. അപ്പം പാപിയായ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജന്മം പ്രാപിച്ച് നിത്യജീവന്റെ അവകാശിയായി ആ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്. രക്തക്ഷയം, ലേവിയൻ, സകല ജനങ്ങളും പാപികളാണ്. നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കള്ളന്മാരാകുന്നു എന്നാണ് യോഹന്നാന്റെ ലേഖനം വായിച്ചെന്ന് കാണാൻ കഴിയും. യോഹന്നാന്റെ ലേഖനം നിങ്ങൾ വായിക്കണം. നിങ്ങൾ ഈ പാപമില്ല എന്ന് പറയുന്നത് കള്ളനാകുന്നു എന്നാണ്. ഇതൊക്കെ വേദപുസ്തകം വെളിപ്പെടുന്ന. ഞാൻ പറഞ്ഞതോ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. വേദപുസ്തക സത്യങ്ങളാണ്. വായിക്കുന്നവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. രക്തക്ഷയം. അപ്പം പാപത്തിൽ നിന്ന് നിങ്ങൾ വിടുതൽ പ്രാപിക്കണം. പാപിയായ മനുഷ്യൻ പാപത്തിൽ ജീവിച്ച് അവൻ മരിച്ച് നിത്യ നരകത്തിൽ എത്താതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്. സത്യം നിങ്ങൾ കേൾക്കണം. സത്യം നിങ്ങൾ അറിയണം. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് അല്ലെങ്കിൽ നമ്മൾ ഈ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ സത്യം അറിഞ്ഞെങ്കിൽ മാത്രമേ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുള്ളൂ. എന്നെ കേൾക്കുന്ന ശ്രോതാവെ, അതിക്രമങ്ങളിലും പാപങ്ങളിലും നിറയപ്പെട്ടവരായിരുന്നു നിങ്ങൾ. അതിക്രമങ്ങളിലും പാപങ്ങളിലും നിറയപ്പെട്ടവരായിരുന്നു നിങ്ങളെ ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ മാത്രമേ നിങ്ങൾക്ക് ആ പാപബോധനയുള്ളൂ. നിങ്ങൾ എഫെസ്യർ 2:1 വായിച്ചു നോക്ക്. 8-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ കാണും, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയിലൂടെ മാത്രമേ നിങ്ങൾക്ക് പാപത്തിൽ നിന്നും മോചനം പ്രാപിക്കാൻ കഴിയുള്ളൂ. സ്തോത്രം എന്ന് പറഞ്ഞ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദോഷവും വ്യഭിചാരമുള്ള തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടക്കുന്ന ജലത്തിന്റെ ഇടയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആ അനുഭവത്തിലാണ് മനുഷ്യൻ. അല്ലേ, അങ്ങനെ പാപത്താൽ നിറയപ്പെട്ട് ദൈവവുമായി യാതൊരു ബന്ധമില്ലാതെ പിശാചിന്റെ ഇഷ്ടങ്ങൾക്കും ഇംഗിതങ്ങൾക്കും അനുസരിച്ച് ജീവിച്ച് നിത്യമായ നരകത്തിലേക്ക്, നിത്യമായ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനത്തെ അതിൽ നിന്ന് വിടുവിച്ച് ആ വ്യക്തിക്ക് മാനസാന്തരം നൽകി, നിത്യജീവനെ നൽകി, ദൈവിക സന്തോഷം നൽകി, ദൈവിക സമാധാനം നൽകി അവനെ ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കിയെടുക്കുക. ആ മനുഷ്യൻ മരിച്ചാൽ മരണാനന്തരം നിത്യതയിൽ ഉണ്ടാകണമെന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ ആ മനുഷ്യൻ ജീവനോടെ ഉണ്ടെങ്കിൽ അവൻ രൂപാന്തരപ്പെടണമെന്നുള്ള ദൈവ നിയോഗവും വചനവും ആയതുകൊണ്ട് അത് ജനത്തോട് അറിയിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷം കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പാപബോധം വരത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ പാപിയ. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ പാപം ചെയ്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയിലൂടെ ജീവിക്കുന്നവരാണ്. സ്തോത്രം. അതുകൊണ്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം. മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുപ്പ് പ്രാപിക്കണം. അതുകൊണ്ട് തന്നെയാണ് പൗലോസിനോട് യേശു പറയുന്നത്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കണം. കൊരിന്തിലെ ജനം മുഴുവൻ പാപികളായിരുന്നു. കൊരിന്തിലെ ജനത്തിന്റെ സ്വഭാവമൊക്കെ പറഞ്ഞാൽ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നവര് വരെ ഉണ്ടെന്നാ. കൊരിന്തിലേക്ക് നിങ്ങൾ വായിച്ചാൽ കാണാൻ അത്രമാത്രം പാപം കൊണ്ട് നിറയപ്പെട്ട സ്ഥലമായിരുന്നു കൊരിന്തിര്. അവിടെട്ടാണ് ദൈവം പൗലോസിനെ അയച്ചത്. പൗലോസ് ആമി സത്യസുവിശേഷത്തെ വിളിച്ചു പറഞ്ഞത് കൊണ്ട് എന്ത് ചെയ്തു? അനേകർ തങ്ങളുടെ പാപങ്ങളെ വിട്ട്, പാപ സ്വഭാവങ്ങൾ വിട്ട് കർത്താവായ യേശുക്രിസ്തുവിലൂടെ പാപമോചനം പ്രാപിച്ച് വിശുദ്ധ ജീവിതത്തിലേക്ക് വന്നു. അവരൊക്കെ നിത്യതയിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രശ്നേക്ക്, നിങ്ങൾ മരിച്ചാൽ നിത്യതയിൽ എത്തും നിങ്ങൾക്ക് വല്ല ഉറപ്പുമില്ലുണ്ടോ? നിങ്ങൾ മരിച്ചാൽ നിത്യമായ രാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ എത്തും നിങ്ങൾക്ക് ഉറപ്പുമില്ലുണ്ടോ? ഉറപ്പില്ലെങ്കിൽ ആ ഉറപ്പായി പറയുന്ന സുവിശേഷം എന്ന് പറയുന്നത്. മരണാനന്തരം മനുഷ്യന് രണ്ട് അവസ്ഥയാണ് വെച്ചിരിക്കുന്നത്.
കർത്താവായ യേശുക്രിസ്തുവിനുള്ള വീണ്ടെടുപ്പിനെ പ്രാപിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ അനുസരിച്ച് വചനമനുസരിച്ച് ദൈവകൽപ്പന സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന സകല ഭക്തന്മാർക്കും ആ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയും. അല്ല, ദൈവത്തിന്റെ വചനം കേട്ടിട്ടും അതനുസരിക്കാതെ തടസ്സങ്ങളും ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളും കയ്യേറ്റങ്ങളും ഒക്കെ ചെയ്ത് ദൈവം അയച്ചവരെ ഉപദ്രവിച്ച് ഈ ലോകത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും പാമ്പസനകൾക്കും ഒക്കെ അടിമപ്പെട്ട് ജീവിച്ച് സകല അക്രമങ്ങളും തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും വർഗീയതയൊക്കെ പുലർത്തി മനുഷ്യന്റെ രക്തം ചൊരിയിച്ച സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അധികാരങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാതെ ക്രൂരത പ്രവർത്തിക്കുന്ന സകല മനുഷ്യരും മരിച്ചാൽ ആ മനുഷ്യന്റെ ആത്മാവ് ഒരിക്കലും ദൈവരാജ്യത്തിൽ ചെല്ലത്തില്ല. ആ മനുഷ്യൻ നിത്യ നരകത്തിലേക്കാണ് പോകുന്നത്. മനുഷ്യൻ ജീവനോടെ ഇരിക്കുമ്പോഴാണ് സുബോധാത്മാവിലേക്ക് മടങ്ങി വന്ന് പാപിയാണെന്നുള്ള തിരിച്ചറിവ് വന്ന് പാപം നാം സ്വയം ഏറ്റു പറയണം. സ്വയം ഏറ്റു പറഞ്ഞ് പാപത്തിന് ശുദ്ധീകരണം നമ്മളിൽ തന്നെ വരുത്തണം. പാപത്തിന് ശുദ്ധീകരണം എന്ന് പറഞ്ഞ ആടുമാട് കന്നുകാലികളെയൊന്നും അറുത്ത് മറ്റ് യാഗങ്ങളും ബലികളും ഒക്കെ കഴിച്ചല്ല പാപശുദ്ധീകരണം വരുത്തേണ്ടത്. നാം പാപം ഏറ്റു കർത്താവായ യേശുക്രിസ്തുവോട് പറയണം. ഹല്ലേലൂയ. അങ്ങനെ യേശുക്രിസ്തുവിന്റെ പാപം ഏറ്റു പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ചങ്കിൽ ഒഴുകിയ രക്തത്താൽ കഴുകൽ ശുദ്ധീകരണം പ്രാപിക്കണം. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ സ്തോത്രം ലേഖനം വായിക്കും 1:7 തന്റെ പുത്രൻ കർത്താവായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പം ശുദ്ധീകരണം യേശുവിന്റെ രക്തത്തിലൂടെയാണ്. അതുകൊണ്ട് ഈ വചനം പ്രസംഗിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ ആത്മരക്ഷ പ്രാപിക്കണം. സ്തോത്രം. നിങ്ങൾക്ക് കോടാനുകോടി രൂപയുടെ സമ്പത്തുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പേരും പ്രശസ്തിയുണ്ട്, പാരമ്പര്യമുണ്ട്, ഉന്നതാധികാര സ്ഥാനങ്ങളിൽ നിങ്ങൾ ജോലി ചെയ്യുന്നു, വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ആഡംബര വീടുകളുണ്ട്, ആഡംബര കാറുകളുണ്ട്. നിങ്ങളെ ജനം മാനിക്കും, നിങ്ങൾക്ക് വളരെ പ്രശസ്തിയുണ്ട്, പ്രശംസയുണ്ട്, നിങ്ങളെ ജനം കീർത്തിക്കും, നിങ്ങളെ ജനം ഉയർത്തും. ഒരുപക്ഷെ നിങ്ങൾ ജനപ്രിയ നായകനൊക്കെ ആയിരിക്കാം, അല്ലേ? നിങ്ങൾക്ക് ഒരുപാട് ആരാധകരുണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം അത് ശ്രേഷ്ഠമായതുണ്ടെങ്കിൽ നിങ്ങൾ പാപിയായ മനുഷ്യനാണ്, അല്ലേ? പാപനിൽ കർത്തൃത്വം നടത്തുന്നിടത്തോളം കാലം നിനക്ക് ഈ ഭൂമിയിൽ എന്തെല്ലാം ബഹുമതി ഉണ്ടെങ്കിലും ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല, അല്ലേ? ദൈവരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ മാനസാന്തരപ്പെടണം. എത്ര കോടാനുകോടി രൂപയും നിങ്ങൾക്കുണ്ടായാലും കോടിപതിയാണ് നിങ്ങളെന്ന് പറഞ്ഞാലും, നിങ്ങൾ കോടാനുകോടി രൂപയുടെ അധിപനാണെന്ന് പറഞ്ഞാലും നിങ്ങൾ പാപിയാണ്. പാപിയായി നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കണം, രക്ഷ പ്രാപിക്കണം, മാനസാന്തരപ്പെടണം. നിങ്ങൾ വിശ്വാസ സ്നാനം കർത്താവിന്റെ കൽപ്പനയാണ്, അത് നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിങ്ങൾ ജലത്തിൽ സാക്ഷീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ സ്നാനം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കണം, അല്ലേ? അപ്പോസ്തലന്മാർ നൽകി തന്ന ഉപദേശങ്ങൾ, വേദപുസ്തക ഉപദേശങ്ങൾ നിങ്ങൾ പാലിക്കണം, അല്ലേ? അടിസ്ഥാന ഉപദേശങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. ഈ ലോകക്കാർ ജീവിക്കുന്ന പോലെ വിശുദ്ധിയിലും വേർപാടിലും നിങ്ങൾ നഷ്ടപ്പെടുത്തി ജീവിക്കാതെ, ലോകക്കാർ വിശുദ്ധിയും വേർപാടും ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ജീവിക്കാതെ നിങ്ങൾ വിശുദ്ധിയും വേർപാടും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായി, ഹല്ലേലൂയ, പ്രത്യാശയുള്ള ജീവിതം നയിക്കണം. രക്തം ചെയ്യും. നിങ്ങളെ തകർക്കുന്ന ശാപങ്ങൾ, നിങ്ങളെ തകർക്കുന്ന മന്ത്രവാദങ്ങൾ, ക്ഷുദ്രങ്ങൾ, നിങ്ങളെ തകർക്കുന്ന അന്ധകാരത്തിന്റെ വ്യാപാര ശക്തികൾ, ഹല്ലേലൂയ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിന്റെ അന്ധകാര അധിപതികൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന, ഇതെല്ലാം നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കും, നിന്റെ തലമുറയെ തകർത്തുകൊണ്ടിരിക്കും, ഹല്ലേലൂയ. നിങ്ങളെ നശിപ്പിക്കുവാൻ പിശാച് എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കും. നിങ്ങളതിനകത്ത് വീണ് പോകരുത് കേട്ടോ. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ തലമുറയെ തകർക്കുവാൻ പിശാച് കൊണ്ടുവരുന്ന സകല ജടികമായ പദ്ധതികളും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. രക്തം ചെയ്യും. മോഹങ്ങളും ആഗ്രഹങ്ങളും അവൻ കൊണ്ടത്തരും. ഈ ലോകത്തിന്റെ സുഖലോലുപ ജീവിതം അവൻ നമ്മുടെ കൺമുമ്പിൽ നിരത്തി വെക്കും. പിശാച് പറയും ഇതാ നല്ലതെന്ന് പറയും. എന്നെ കേൾക്കുന്ന പ്രശ്നിക, നിങ്ങൾ അത് നോക്കി പോകരുത്. യേശുവിനെ നോക്കണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരിക്കുക യേശുവിനെ നോക്കുക എന്ന് പൗലോസ് വിളിച്ചു പറയുകയാണ്. പൗലോസ് പറയുകയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായിരിക്കുന്ന യേശുവിനെ നോക്കാൻ. ഹല്ലേലൂയ.
പൗലോസിന്റെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങൾ പറഞ്ഞ ദൈവത്തിനും ദൈവോദരത്തിനും സുവിശേഷത്തിനും ദൈവമക്കൾക്കും വിരോധമായി പൗലോസ് ജീവിച്ചെങ്കിൽ ആ ദമസ്കോസ് പടിക്കൽ വെച്ച് യേശുക്രിസ്തു പൗലോസിനെ സന്ദർശിച്ച് കഴിഞ്ഞപ്പോൾ പൗലോസിൽ വന്ന രൂപാന്തരം, മാനസാന്തരം പൗലോസിനെ ഒരു ദൈവ പൈതലാക്കി മാറ്റി, ഒരു ദൈവഭക്തനാക്കി മാറ്റി. ആ പൗലോസിനെ ദൈവം തെരഞ്ഞെടുത്തു, അപ്പോസ്തലനായി, ജാതികളുടെ അപ്പോസ്തലനായി പൗലോസിനെ ദൈവം വേർതിരിച്ചിട്ട് പറയുകയാണ്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കണം, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. അതെ, ദൈവത്തിന്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് ആത്മനിയോഗത്തോടെ ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ വിളിച്ചു പറയുന്ന ദൈവിക സന്ദേശം നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നുള്ളതാണ്. രക്തജയം കർത്താവ് യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഏറ്റവും ആസന്നമായിരിക്കും കാലഘട്ടത്തിൽ. നമ്മൾക്ക് കാലമാന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ആമീൻ ദുരന്തങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നടക്കുന്ന ദുരന്തങ്ങൾ, ക്ഷാമം, ഭൂകമ്പങ്ങൾ, മഹാവ്യാധികൾ, ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇതൊക്കെ വേദപുസ്തകം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും അല്ലെങ്കിൽ യോഹൻ ആമേരെ സഹോദരൻ മത്തായിയുടെ സുവിശേഷം 24 അധ്യായമൊക്കെ നിങ്ങൾ വായിച്ചു നോക്ക്. ഹല്ലേലൂയ. ഇന്ന് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാനാ പറയുന്നത്, ദൈവവചനം പ്രസംഗിക്കണമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ കേൾക്കുന്ന സ്നേഹിത, നാം ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക. പൗലോസ് പറയുന്നത്, നീ ഭയപ്പെടരുത്. നമ്മൾ റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ 8-ാം അധ്യായം 31-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. ഹല്ലേലൂയ. അപ്പൊ ഇത് സംബന്ധിച്ച് നാം എന്ത് പറഞ്ഞു? ഈ നടക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉപദ്രവങ്ങളും പീഡകളും ഒക്കെ ഓർക്കും നാം എന്ത് പറയുന്നത്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരാണ്. അല്ലേ? എന്നെ കേൾക്കുന്ന മാതാപിത, ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ നിനക്ക് എതിരെ ഒരു പ്രതികൂല ശക്തി എഴുന്നേൽക്കുകയില്ല. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കും കാണുന്നുണ്ട്. സ്തോത്രം. അമ്മ റോമാലേഖനം 8:33 വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം തെരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം എന്ന്. ദൈവം തെരഞ്ഞെടുത്തവനെ കുറ്റം വിധിക്കുവാൻ ഈ ഉലകത്തിൽ ഒരു വ്യക്തിക്കും അല്ലേ കഴിയില്ല. ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ വചനമായി ദൈവം ദേശത്തിന്റെ നാനാഭാഗത്തേക്ക് ലോക രാജ്യങ്ങളിലേക്ക് അയച്ചിരിക്കുന്ന ദൈവഭക്തന്മാരെ, ദൈവഭക്തകളെ അല്ലേ സ്തോത്രം, ആമെ കുറ്റം വിധിക്കുന്നവൻ ആരാണ്? ആർക്കാണ് കുറ്റം വിധിക്കാൻ അധികാരമുള്ളത്? വേദപുസ്തകത്തിന്റെ അഭിഷക്തന്മാരെ തുടരുത്, എന്റെ പ്രവാചകന്മാരെ കയ്യേറ്റം ചെയ്തിരുന്ന ദൈവത്തിന്റെ അഭിഷക്തന്മാരെ, ദൈവം അയച്ചിരിക്കുന്ന പ്രവാചകന്മാരെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന തലമുറയോട് ദൈവം കണക്ക് ചോദിക്കും. ആ ദേശത്തോട് ദൈവം കണക്ക് ചോദിക്കും. ഹല്ലേലൂയ. വചനം പറയുകയാണ്, സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? ഹല്ലേലൂയ. റോമാലേഖനം 8:34 പറയുന്നത് എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ശിക്ഷ വിധിക്കുന്നവൻ ആർ? 13 ആഴ്ച വായിക്കുന്നു, ശിക്ഷ വിധിക്കുന്നവൻ ആർ എന്നവിടെ കാണുന്നു. ഹല്ലേലൂയ. നമുക്ക് ആരും ശിക്ഷിക്കാനും ഒന്നും അവകാശമില്ല. നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്ട്, മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാണ്ട്, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും. ആരെയും നല്ലൊരു ശിക്ഷ വിധിക്കുവാൻ നാം ഒരുങ്ങരുത്. ഇപ്പൊ റോമലേഖനം വീണ്ടും 8:36 വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇനി 8-ാം അധ്യായം റോമലേഖനം 8:35-36 തൊട്ട് വായിക്കുമ്പോൾ താഴോട്ട് വായിച്ചു ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാണ് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നുവെന്ന് പൗലോസ് റോമിലെ വിശ്വാസികളോട് പറയുക, റോമൻ സഭയോട് പറയുക. അത് എന്നെ കേൾക്കുന്ന സുവിശേഷം എന്ന് പറയുന്ന സത്യം ഹല്ലേലൂയ നമ്മളെ രൂപാന്തരപ്പെടുത്തും. സുവിശേഷം എന്ന് പറയുന്ന സത്യം നിന്റെ കുടുംബത്തിനകത്ത് വരുമ്പോൾ, നിന്റെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, നിന്റെ കുടുംബത്തിനകത്ത് അടിത്തറയിട്ടിരിക്കുന്ന പിശാചിനെ ആമലിൽ തുരത്തി ഓടിക്കും. ദൈവത്തിന്റെ വചന സുവിശേഷം എന്ന് പറയുന്ന മഹാസത്യം നിന്റെ ഭവനത്തിൽ വെളിപ്പെട്ടാൽ
നിന്നെ തകർക്കുന്ന, നിന്നെ ഉടയ്ക്കുന്ന, നശിപ്പിക്കുന്ന, നിന്റെ കുടുംബത്തോട് വാതുകെട്ടി അവകാശം പറയുന്ന, നിന്നെ നശിപ്പിക്കുന്ന, തലമുറയെ നശിപ്പിക്കുന്ന, കുടുംബജീവിതത്തെ നശിപ്പിക്കുന്ന, നിന്റെ ഭർത്താവിനെ നശിപ്പിക്കുന്ന, നിന്റെ ഭാര്യയെ നശിപ്പിക്കുന്ന, നിന്റെ നന്മകളെ തകർക്കുന്ന ദുഷ്ട പിശാചിനെ ആ കുടുംബത്തിൽ തുരത്തി ഓടിക്കുന്ന സുവിശേഷം. സുവിശേഷത്തിന്റെ ശക്തിക്കെതിരെ നിൽക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. സുവിശേഷം അത്രമാത്രം ബലമുള്ളതാണ്. സുവിശേഷം എന്ന് പറഞ്ഞ യേശു കർത്താവാണ്. ഹല്ലേലൂയ. ആ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് നൽകിയ സത്വർത്തമാണ് ഈ സുവിശേഷ യുണ്ടോസാണ് ആമേ പൗലോസ് കൊരിന്ത്യയിൽ പ്രസംഗിച്ചത്. അത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദൈവവചനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഭയപ്പെടാതെ ഞങ്ങൾ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കത്തില്ല. ഞങ്ങൾ മിണ്ടാതിരിക്കരുതെന്ന കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ച സമയങ്ങളെല്ലാം ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. സുവിശേഷം പ്രസംഗിക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു മടിയോ ഒരു ഭയവുമില്ല. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയോ, ഇവിടുത്തെ മതങ്ങളെയോ, മത നേതാക്കന്മാരെയോ, ഇവിടുത്തെ സുവിശേഷ വിരോധികളെയോ, സുവിശേഷത്തെ നിൽക്കുന്ന തീവ്രവാദികളോ ഭീകരവാദികളോ ഞങ്ങൾ ഭയപ്പെടുത്തില്ല. സുവിശേഷത്തിനെതിരെ ആര് വന്നാലും ഞങ്ങൾ ഭയപ്പെടുത്തില്ല. കർത്താവ് പറഞ്ഞത് നീ ഭയപ്പെടാതെ പ്രസംഗിക്കാനാ, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്. അതുകൊണ്ട് സുവിശേഷത്തിനെതിരെ ആര് വെല്ലുവിളിച്ചാലും ഇത് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. കർത്താവ് യേശു ക്രിസ്തുവിന്റെ മധ്യാകാശം വരെ ഈ സുവിശേഷം ലോകത്തിലെമ്പാടും പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതിനെ തടഞ്ഞു വെക്കാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. സുവിശേഷം പ്രസംഗിക്കരുതെന്ന് പറഞ്ഞ് ദൈവഭക്തന്മാരുടെ വായടയ്ക്കുവാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയത്തില്ല. കാരണം ദൈവം തന്ന നിയോഗമായത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ഭവനത്തിനകത്ത് ഒരു സുവിശേഷ പ്രതിയെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് വേദപുസ്തകം, സത്യവേദപുസ്തകം നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്ന സുവിശേഷം നിങ്ങളൊന്ന് വായിക്കാൻ തയ്യാറാകണം. ആ വചനം വായിക്കുന്നതോറും നിങ്ങൾ രക്ഷിക്കപ്പെട്ടുകൊണ്ട്, ആ വചനം വായിക്കുന്നതോറും നിങ്ങൾ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. ആ വചനം നിങ്ങളുടെ ഭവനത്തിൽ വായിക്കുന്നതോറും സാത്താനി ബന്ധനങ്ങൾ നിങ്ങൾ മോചനം പ്രാപിക്കും. നിങ്ങളുടെ കുടുംബത്തെ തകർക്കുന്ന ശാപങ്ങൾ നിങ്ങൾ വിടുതൽ പ്രാപിക്കും. അപ്പൊ സുവിശേഷം നിങ്ങൾ വായിക്കും തോറും, സുവിശേഷം നിങ്ങൾ അംഗീകരിക്കും തോറും, അനുസരിക്കും തോറും സാത്താന്റെ തലയെ നിങ്ങൾ തന്നെ ചതച്ചു കളയും. ഹല്ലേലൂയ. സാത്താന്റെ തലയെ നിങ്ങൾ തന്നെ ചതയ്ക്കും. അവനെ നിങ്ങൾ തകർക്കും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് വലിയൊരു അധികാരമാണ് ദൈവം തരുന്നത്. രക്തം ചെയ്യും സുവിശേഷം പ്രസംഗിക്കുമെന്ന് പറഞ്ഞൊരു അധികാരം ദൈവം തരികയാണ്. അപ്പൊ ദൈവത്തിന് വചനം പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ. നാം ഈ ലോകത്തിൽ മനുഷ്യനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ 29-ാം അധ്യായം 25-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തി, മനുഷ്യഭയം ഒരു കെണിയാകുന്നു. മനുഷ്യഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് മനുഷ്യനെ ഭയപ്പെടാൻ പാടില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാനുഷ്യമായി നിങ്ങളെ തകർത്ത് കളയാതെ ദൈവത്തിൽ ആശ്രയിച്ചു ആത്മരക്ഷ പ്രാപിച്ച് നിത്യജീവന് വേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കി കൊടുക്കണം. ഒരു മദ്യപാനിക്കും അല്ലെങ്കിൽ ഒരു അസന്മാർഗീയ ജീവിതം നയിക്കുന്ന ഒരു ദുർമാർഗക്കാരനും ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാ. വീണ്ടെടുക്കപ്പെട്ട ഭക്തന്മാർക്ക് വേണ്ടിയുള്ളതാ. വേർപാടിലും വിശുദ്ധിയിലും ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ദൈവരാജ്യം. ദൈവരാജ്യത്തിനകത്തൊരു മദ്യപാനിയോ ഒരു പാൻമസാല മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനോ ഇല്ല. ഭവനത്തിനകത്ത് തടികൂട്ടുന്നവനും സഹോദരനെ കൊന്നവനും സഹോദരിയെ കൊന്നവനും അല്ലുരിയ എല്ലാം തുറന്നെടുപ്പുകാരനും പിടിച്ചുപറിക്കാനും മോഷ്ടാവിനും കരിഞ്ചന്തക്കാർക്കും പുകഴ്ത്തിവെപ്പുകാർക്കും അല്ലുരിയ എല്ലാ അധികാര പ്രേമികൾക്കും ഉള്ളതല്ല സ്വർഗരാജ്യം. ദൈവരാജ്യം ദൈവമക്കൾക്കുള്ളതാണ്. വീണ്ടെടുക്കപ്പെട്ടവർ ദൈവരാജ്യത്തിനകത്ത് ഉള്ളത്. ദൈവദൂതന്മാരും കെരൂബുകളും സാറാഫുകളും ഓടാനുകൂടി വിശുദ്ധന്മാരും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ നിറയപ്പെട്ട പരിശുദ്ധമായ രാജ്യമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അവിടേക്കൊരു അശുദ്ധനും പ്രവേശിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ സുവിശേഷം പറയുന്നത്, നിങ്ങൾ അശുദ്ധമായ ജീവിതം വിട്ട് മാനസാന്തരപ്പെടണം, വിശുദ്ധമായി ജീവിക്കണമെന്ന്. ഹല്ലേലൂയ. ദൈവരാജ്യം കർത്താവ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മാനുഷ്യമായ ഒരു കെണിയാകുന്നു. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുന്നവന് രക്ഷ പ്രാപിക്കും. അല്ലെ, യഹോവയിൽ ആശ്രയിക്കുന്നവനും രക്ഷ പ്രാപിക്കും. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് യഹോവയിലാണെന്ന് നമ്മൾ സദൃശമായി പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. യേശു ക്രിസ്തുവിന്റെ രക്ഷയെന്ന്. അത് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് അടക്കമുള്ളവർ
വിളിച്ചു പറഞ്ഞു. അപ്പോസ്തലർ 4:12. മറ്റൊരുത്തിനും രക്ഷയില്ല, മറ്റൊരുവിൻ രക്ഷയില്ല, മറ്റൊരിടത്തും രക്ഷയില്ല. അല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? മറ്റൊരുത്തിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഏക നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, മാനുഷിക ഭയം നിന്നെ തകർത്ത് കളയാതെ കർത്താവായ യേശുക്രിസ്തുവിനെ ആശ്രയിച്ച് ആത്മരക്ഷ ഭാവിക്കണം. യേശു വരാൻ സമയമായി. യേശുക്രിസ്തു വരാൻ സമയമായി. തന്റെ സഭയെ ചേർക്കാൻ സമയമായി. ഹല്ലേലൂയ. അന്തിക്രിസ്തുവിന്റെ ഭരണത്തിന്റെ കാലഘട്ടങ്ങൾ, ഭരണത്തിന്റെ സമയങ്ങൾ ഇവിടെ തുടങ്ങാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. ചിലർ മേലധികാരികളെ ഭയപ്പെടുന്നു. ചിലർ ഓഫീസിലേക്ക് പോകുവാൻ തന്നെ ഭയപ്പെടുന്നു. സ്തോത്രം. എന്താണ്? അധികം ജോലി ചെയ്യുന്നു, അധികഭാരം ചുമലി വെക്കുന്നു. ഈ അധികാരികൾ തങ്ങളെ മേൽ കർത്തൃത്വം നടത്തുന്നവർ പലരും ഹല്ലേലൂയ ഭയപ്പെടുന്നു. ഹല്ലേലൂയ. പലരും നിങ്ങളെ പരിഹസിക്കുന്നു, നിന്ദിക്കുന്നു, ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു. നിങ്ങൾ പലവിധമായ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോവുകയാണ്. ജീവിതത്തിൽ സ്വസ്ഥതയില്ല. ഹല്ലേലൂയ. അവിടൊക്കെ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടാതെ സുവിശേഷത്തെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കണം. നിന്നെ ഭയപ്പെടുന്ന സകല ശക്തികളിൽ നിനക്ക് മോചനമുണ്ട്. ഹല്ലേലൂയ. ദാനിയേലിനെ നിങ്ങൾ നോക്കണം. വേദപുസ്തകം പഠിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരണം. ദാനിയേലിനെ നോക്കുക. പല അന്യജാതി രാജാക്കന്മാർ ഭരിച്ചപ്പോൾ പോലും അവൻ പേടിച്ചില്ല. ദാനിയേലിന്റെ കാലഘട്ടത്തിൽ അനവധി രാജാക്കന്മാർ ഭരിച്ചു. ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവ്, അദ്ദേഹത്തിന്റെ ഹല്ലേലൂയ മകൻ ദാരിയാവേശ് അടങ്ങിയ അനവധി രാജാക്കന്മാർ ഭരിച്ച നാളുകളിൽ പോലും ദാനിയേൽ പേടിച്ചില്ല. അവൻ കർത്താവിനെ ആരാധിക്കുവാനുമായി അവൻ സമയത്തെ വേർതിരിച്ച് ലജ്ജിച്ചില്ല. സിംഹഗുഹയിലേക്ക് എറിഞ്ഞ് കളയുന്ന കൽപ്പന തന്റെ മേൽ വന്നപ്പോഴും പുറപ്പെടുവിച്ചപ്പോഴും ദാനിയേൽ ധൈര്യപൂർവ്വം നിന്നു. കർത്താവ് സിംഹങ്ങളുടെ വായടച്ച് ദാനിയേലിനെ കാത്തു സൂക്ഷിച്ചിരിക്കും വിധം നമ്മുടെ കർത്താവിന് ജീവനുള്ളവനാ. ഹല്ലേലൂയ. ഒരു രാജകൽപ്പന എന്താണ്? ഹല്ലേലൂയ. ദാനിയേലിനെ സിംഹക്കൂട്ടിൽ എറിഞ്ഞു കളയുക. ഹല്ലേലൂയ. എന്ന ദൈവത്തിന്റെ കൽപ്പന എന്താണ്? ദാനിയേലിന് ഒരു കേടുപോലും വരുത്തരുതെന്നുള്ളതാണ്. അതുകൊണ്ട് സിംഹക്കൂട്ടിലേക്ക് എറിഞ്ഞു കളഞ്ഞ ദാനിയേലിനെ ഹല്ലേലൂയ യഹോവയായി ദൈവം കാത്തു സൂക്ഷിച്ചു. അതെന്താ? ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിനെ കാത്തു സൂക്ഷിച്ച ജീവനുള്ള ദൈവം പുതിയ നിയമസഭയോടും പറയുന്നത്, ഞാൻ ജീവനുള്ള ദൈവമാണ്. അതുകൊണ്ട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കണം, മിണ്ടാതിരിക്കരുത്. പൗലോസിനോട് അതാ പറയുന്നത്, നിങ്ങളോട് അതാ പറയുന്നത്. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്നത് എന്റെ പ്രിയ ദൈവജനമേ, ആമേൻ. ലോകപ്രകാരമുള്ള സിംഹങ്ങളെ നിങ്ങൾ കണ്ട് ഭയപ്പെടരുത്. ലോകപ്രകാരമുള്ള സിംഹങ്ങൾ എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്ന, സുവിശേഷത്തിനെതിരെ ആമിനതിയെ പ്രതികൂലമായിട്ട് കടന്നു വരുന്ന ലോകപ്രകാരമുള്ള സിംഹങ്ങളെ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. അതുകൊണ്ടാണ് 1 പത്രോസ് ലേഖനം 5:7 നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, ഹല്ലേലൂയ, നിങ്ങളുടെ പ്രതിയോഗിയായിരിക്കുന്ന പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴകേണ്ടുവെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ സ്തോത്രം കുരിന്തിൽ ദൈവവചനമൊക്കെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൗലോസിന് നേരെ തടസ്സങ്ങളും ഉപദ്രവങ്ങളും കയ്യേറ്റങ്ങളും ഒക്കെ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ പത്രോസ് പറഞ്ഞ ഹല്ലേലൂയ ഈ വചനം പൗലോസിന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയി കാണുന്നു. നിങ്ങളുടെ പ്രതിയോഗിയായിരിക്കുന്ന പിശാച് അലറുന്ന സിംഹം എന്ന് പറഞ്ഞ പോലെ പൗലോസിന് നേരെ നിൽക്കുമ്പോൾ പൗലോസിനോട് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, പൗലോസെ നീ ഭയപ്പെടേണ്ട, ഹല്ലേലൂയ, നീ മിണ്ടാതിരിക്കരുത്, പ്രസംഗിക്കണം. ഹല്ലേലൂയ. ഞാൻ നിന്നോട് കൂടെയുണ്ട്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, യേശു നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. യേശു നിന്നോട് കൂടെയുണ്ടെന്ന്, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അപ്പൊ ഇവിടെ ദൈവത്തിന് പറഞ്ഞു, ക്രൂശിൽ തലകീടായി തറയ്ക്കുവാനായി പത്രോസിനെ കൊണ്ടുപോയപ്പോൾ പോലും അവൻ തള്ളിപ്പറഞ്ഞില്ല, പേടിച്ചില്ല. ശിരച്ഛേദം ചെയ്യുവാനായി പൗലോസിനെ കൊണ്ടുപോയപ്പോൾ പോലും അവൻ പേടിച്ചില്ല. ക്രിസ്തുവിന് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിക്കുന്നത് ആനന്ദമായി, ഭാഗ്യമായി കരുതി. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഈ ലോകത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല, കർത്താവിനെ ഭയപ്പെട്ടാൽ മതി. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 10-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, ദേഹിയെ കൊല്ലുവാൻ
കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവനെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുമെന്ന് ലേലി അവിടെ പറയുക. അല്ലേലൂയ, സ്തോത്രം. ഇതോടെ ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയും ദേഹത്തെയും നരകത്തിൽ നശിപ്പാൻ കഴിയുന്നവരെ തന്നെ ഭയപ്പെടുമെന്ന്. നിങ്ങൾ കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്കുന്നുവെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അധികം തീഷ്ണതയോടെ പ്രവർത്തിക്കും. നിങ്ങൾ കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിൽക്കും. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ആത്മരക്ഷ പ്രാപിക്കണം. സ്തോത്രം. യേശു വരാൻ സമയമായി. കണ്ടില്ലേ ലോക സംഭവങ്ങൾ ഓരോരുത്തർക്കും നടക്കുന്നത്? നമ്മുടെ കേരളം എത്രമാത്രം പരാജയത്തിലൂടെ അധപ്പതനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ കേരളം എത്രമാത്രം പാപത്തിൽ നിറയപ്പെട്ടു. മനുഷ്യൻ മുഴുവൻ പാപ സ്വഭാവത്തിൽ നിറഞ്ഞ് പരസ്പരം സ്നേഹിപ്പാൻ കഴിയാതെ, പരസ്പരം കരുതുവാൻ കഴിയാതെ, കുടുംബത്തിനകത്ത് തൊട്ട് എല്ലാം പ്രശ്നങ്ങളാണ്. ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ മനുഷ്യൻ സ്വയം അക്രമാസക്തരായി മാറിക്കൊണ്ടിരിക്കുന്നു. നിയമത്തെ ഭയമില്ല, നിയമാധികാരികളെ ഭയമില്ല, ദേശത്തെ ഭയമില്ല, മുതിർന്നവരെ ഭയമില്ല, ദൈവത്തെ ഭയമില്ല. എല്ലാവരും അക്രമസക്തരായി പാപം ചെയ്ത് പാപത്തിൽ ജീവിക്കുക. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. സുവിശേഷത്തിൽ വിശ്വസിക്കണം. നിന്റെ മരണം എപ്പോഴാണ്, ഏത് സമയത്താണ്, എങ്ങനെയാണ്, ഏത് സന്ദർഭത്തിലാണ്, എപ്പോഴും സംഭവിക്കുന്നതിനൊക്കെ അറിയാത്തത് കൊണ്ട് മരണം ഏത് സമയത്ത് നിന്നെ എടുക്കുമെന്നുള്ള തിരിച്ചറിവ് നിന്നിലേക്ക് വരുമ്പോൾ, നീ അത് മനസ്സിലാക്കുമ്പോൾ, ലോക സംഭവങ്ങൾ ഓരോന്നും കാണുമ്പോൾ ഒരുവനോടൊന്ന് ക്ഷമ ചോദിക്കാൻ പോലും സമയം കിട്ടത്തില്ല. ഒരുവനെ ഒന്ന് എന്നെ രക്ഷിക്കണമെന്ന് വിളിച്ചു പറഞ്ഞാൽ നിന്നെ രക്ഷിപ്പാൻ പോലും ആരും ഓടിയെത്തിയെന്ന് വരത്തില്ല. അങ്ങനെ നീ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നീ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തെ വിശ്വസിക്കണം. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കണം. യേശുക്രിസ്തുവിന്റെ വചനം അനുസരിക്കണം. പ്രമാണങ്ങൾ അനുസരിക്കും. വിശുദ്ധ ജീവിതം നയിക്കണം. കർത്താവിന് വേണ്ടി നീ ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കണം. അതുകൊണ്ട് വചനം പറയും, ഹിസ്കിയ രാജാവിന് വിരോധമായി സ്തോത്രം വന്ന സൈന്യത്തെ ഹല്ലേലൂയ കർത്താവ് കണ്ണിമയ്ക്കുന്നതിൽ നശിപ്പിച്ചു. കർത്താവ് തന്റെ ദൂതനെ അയച്ചപ്പോൾ അവൻ അരാം രാജാവിന്റെ പാളയത്തിലേക്ക് ഇറങ്ങി 1,85,000 സൈനികരെ സംഹരിച്ചു എന്ന് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രവാചകന്റെ വചനം വായിക്കും 25-ാം അതിന്റെ 4 വായിക്കുന്നു. ഭയങ്കരന്മാരുടെ ചീറ്റിലും മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവൻ ഒരു ദുർഗവും, ദരിദ്രന് അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും, കൊടുങ്കാറ്റിൽ ഒരു ശരണവും, ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കും. ആ ഭാഗത്തേക്ക് വിവരിക്കാൻ സമയമില്ല. ഹല്ലേലൂയ. ആ ഭാഗത്തെക്കുറിച്ച് നമ്മൾ പിന്നീടുള്ള ദിവസങ്ങൾ ചിന്തിക്കും. അത് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുക, പൗലോസിനോട് ദൈവം ആത്മദൈവത്തോടെ ഈ ശുശ്രൂഷ പൗലോസിനെ ഫലമേൽപ്പിച്ച ദൈവം നിങ്ങളെ ഏൽപ്പിക്കുക. രാത്രി ദർശനത്തിൽ പൗലോസിനോട് ദൈവം സംസാരിക്കുക, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കൈയേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. കാലമെന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുന്നു. പ്രതികൂലങ്ങൾ ഇന്ന് വരെ കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിപ്പാൻ കഴിയാതെ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകരം നീ മാനസാന്തരപ്പെട്ട് യേശുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കണം. നിന്റെ മരണം ഏത് സമയത്ത്, എങ്ങനെ, ഏത് സാഹചര്യത്തിൽ, എപ്പോൾ സംഭവിക്കുമെന്ന് നിനക്കറിയില്ല. അവരുടെ മാനസാന്തരപ്പെടങ്ങി മടങ്ങി വന്ന് ആത്മരക്ഷ പ്രാപിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി വിരുമ്പുവാൻ നിങ്ങളെ ഒരുക്കട്ടെ. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമായി സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തായി ഇപ്പൊ അതിനെ കേട്ടുകൂടെ ചെറിയ വലിയ ഓർത്ത് പ്രാർത്ഥിച്ചു. ശൈശവത്തിൽ ഭാര്യ കൗമാരി യുവനത്തിന് വാർത്തയുടെ അനുഭവത്തിൽ അശമയാജോളുടെ തടവറയിലായിരിക്കും നേരത്തിനായി കേരളത്തിലെ മൂന്നേമൊക്കെ കൂടി ജനങ്ങൾ തലമുറ നടത്തിപ്പെടാത്ത അന്വസ്ഥാന തൊഴിലാളികൾ കർത്താവിന്റെ 14 ജില്ലകളെ പ്രത്യേകിച്ച് വയനാടിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദുരന്ത മേഖലയിൽ ദൈവസാന്നിധ്യം അവിടുത്തെ ജനത്തിന് ആശ്വാസം കൊടുക്കണമേ. ഇന്ത്യയിലെ 29 സംസ്ഥാനം 7 കേന്ദ്ര ഗ്രാമങ്ങൾ 140 കോടി ജനം 7 ഭൂഖണ്ഡങ്ങളിൽ കർത്താവ് 800 കോടി ജനം വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ലാ ഭരണ മേധാവികൾ സംസ്ഥാനങ്ങൾ രാജ്യങ്ങൾ രാഷ്ട്രം ഭരിക്കുന്നത് രാജാക്കന്മാർ രാജ്യമാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള മേധാവികൾ ഗോത്രങ്ങള ദ്വീപുകളെ ആദിവാസി ട്രൈബൽ മേഖല ഭരിക്കുന്ന ജനത്തെയും കരസേന വ്യോമസേന നാവികസേന
കർത്താവിയുടെ അദ്ദേഹത്തുകളൊക്കെ VSRP അടക്കമുള്ളവരെ ക്രമസമാധാന പാല നെയ്മറമാണ് രംഗത്ത് രഹസ്യാംശമായി നിൽക്കുന്നവരെ കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവർ വാഹനം സഞ്ചരിക്കും വാഹനം നിർമ്മാണം സെയിൽസ് ചെയ്യുന്നവർ സമുദ്രതീരങ്ങളിൽ ജോലി ചെയ്യുന്നവർ കർത്താവ് സമുദ്രത്തിൽ മത്സരത്തിനെ കടന്നുപോയിരിക്കുന്നവർ സമുദ്ര ആഴങ്ങളിൽ ഖനികളും കമ്പനികളും ജോലി ചെയ്യുന്നവർ തീരദേശവാസി കടലോരവാസികളെ സഹകരണ പുതുമേഖല സഹകരണ പൊതുമേഖലയിലും സാമ്പത്തിക മേഖലയിലെ ബാങ്കിംഗ് മേഖല ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയായിരിക്കുന്നവർ കർത്ത കൺസ്ട്രക്ഷൻ മെക്കാനിക് മോട്ടോർ രംഗത്ത് ട്രേഡിംഗ് രംഗത്ത് ആയിരിക്കുന്ന യൂണിയൻ തൊഴിലാളി അടക്കമുള്ളവരെ എല്ലാ ടാക്സ് ഡ്രൈവേഴ്സിനെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മത നേതാക്കന്മാരെ എല്ലാ സാമൂഹിക സാംസ്കാരിക സംഘടനാ രംഗത്തും വരച്ച് ചലത്ത മാധ്യമ രംഗം നിൽക്കുന്നവരെ സയന്റിസ്റ്റ് എഞ്ചിനീയർമാരെ എല്ലാ മതഭക്തന്മാരെ രാഷ്ട്രീയ ആൾക്കാരെയും ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കൊണ്ടോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനത്തിനെ ദൈവം അത്ഭുതമേ. ദേശത്ത് വിദേശ കടവിൽ പ്രവർത്തനം ജോലി ചെയ്തവർക്കുണ്ട് വിഭജിക്കുന്ന മാർഗത്തിനായി കടന്നുപോയിരിക്കുന്നവർ കഷ്ടം സഹിക്കുന്നവർ സുവിശേഷത്തിനായിട്ട് നിൽക്കുന്ന ദൈവദാസിദാസന്മാർ ജയിലുകളിലായിരിക്കുന്നവർക്കെല്ലാം വിടുതലും മോചനം കൊടുക്കണമേ. ദേശരാജ്യം കഷ്ടം സഹിക്കുന്ന രീതികളുണ്ട് അവർക്ക് ആമ്യം വിടുതൽ കൊടുക്കണം. പീഡ അനുഭവിക്കുന്നവർ വിടുതൽ കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ കടത്ത് ഒരു കൂടി ജനത്തെ ഏൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ.